ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധരയോട് നിങ്ങൾ ഗൗതമിൻ്റെ അമ്മയൊന്നുമല്ലല്ലോ, നിങ്ങൾ പറയാൻ അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര ഉണ്ടടി എന്ന് പറയാനേട്ടോ. ഇതേ സമയം പെട്ടെന്ന് വസുന്ധരക്ക് ബോധം വരികയാണ്. ഈശ്വര, ഞാൻ പറയാൻ പോകുന്നത് എന്താണ് എന്നുള്ള ബോധം വരികയാണ്. അപ്പം നിധി ചോദിക്കുക, എന്ത് തെളിവാണുള്ളത്? ഇവിടെ പാറു ആൻറ്റി അല്ലേ ഗൗതമിൻ്റെ അമ്മ, അല്ലാതെ നിങ്ങളല്ലല്ലോ, നിങ്ങളാണെന്നുള്ളതിന് എന്ത് തെളിവാണ് ഇവിടെ ഉള്ളത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ആകെ പകച്ചു പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശിവാനിയാണെങ്കിലോ ആൻറ്റി അവളുടെ മുഖത്തടിച്ച് എന്ത് തെളിവാണെങ്കിൽ പറ എന്ന് പറയുമ്പോൾ അവിടെ വസുന്ധര ഒന്ന് അടങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നിധി പറയണേ, ഇതാണ് പറയുന്നത്, സ്വന്തം അമ്മയേക്കാൾ വരില്ല മറ്റുള്ളവർ എന്നുള്ള ആ വാക്കും പറഞ്ഞ് നിധി അവിടെ നിന്നും പോവാണ്. എന്നിട്ട് പറയാണ്, പോകുന്നതിന് മുന്നേ ഒരു വാക്കും കൂടി പറയും, ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ ഈ ഒരു ശാന്തി മുഹൂർത്തത്തിലോട്ട് എത്തിച്ചത് നിങ്ങളാണ്, നിങ്ങൾ കാരണമാണ് ഞാൻ ഈ ശാന്തി മുഹൂർത്തം പെട്ടെന്ന് നടക്കണമെന്ന് നിങ്ങളാണ് എന്നിൽ ഈ വാശി കയറ്റിയതെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാതെ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്താ ആൻറ്റി, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങൾ കേട്ടോളൂ. എൻ്റെ അമ്മായി എന്ന് പറയുന്ന രേണുക ഇവളുടെ അമ്മയില്ലേ, ഇവളുടെ അമ്മയാണ് എന്നെ, ഇവളുടെ അമ്മയും നിങ്ങളുമായി സംസാരിക്കുന്ന ഒരു സംഭാഷണം ഞാൻ കേട്ടു. ഇവളുടെ അമ്മ പറയാണ്, ശിവാനിയുടെ വിവാഹം നടക്കാനുണ്ടെന്ന് പറഞ്ഞ് ഗൗതമിൻ്റെയും അതുപോലെ നിധിയുടെയും ശാന്തി മുഹൂർത്തം നീട്ടിക്കൊണ്ടുപോകാൻ നമുക്കെന്ന്. അപ്പോൾ ഉടൻ തന്നെ അവിടെ വസുന്ധര പറയാണ്, നിങ്ങൾ പറഞ്ഞതെന്താ എൻ്റെ അമ്മായിയോട്? നിങ്ങളുടെ മകളുടെ ഇനി കല്യാണം നടക്കുകയാണെങ്കിലും ശരി, നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും കൂടി ഞാനൊരു കാര്യം പറയാണ്, എങ്ങനെ നിങ്ങൾ നടത്തിയാലും ഇവിടെ നിധി എന്ന പെണ്ണിനെ കൊണ്ട് എൻ്റെ മകൻ ഗൗതമിന് ഒരു ശാന്തി മുഹൂർത്തം ഞാൻ ഉണ്ടാക്കില്ല. അതിനുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്താൻ എനിക്ക് കഴിയുമെന്ന് പറയാനേട്ടാ. അപ്പോൾ ഇത് നിങ്ങൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടതാണെന്ന് നിധി പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോകണേട്ടാ വസുന്ധര. ഈശ്വര, ഇവൾ എന്തറിയാതിരുന്നതോ അത് അറിഞ്ഞല്ലോ എന്നുള്ള ഭാവത്തിൽ ആകെ ഞെട്ടി നിൽക്കണേട്ടാ. എന്നാൽ ഈ സമയം ഇനി നിങ്ങൾ സൂക്ഷിച്ചോളൂ, നിങ്ങൾക്ക് എതിരെയാണ് ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെയല്ല, നിങ്ങൾക്കെതിരായി എല്ലാതും ഞാൻ ചെയ്യും. നിങ്ങൾ എന്താണോ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് അത് ഇനി നടന്നിരിക്കും എന്ന് പറഞ്ഞ് നിധി അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം നിധി അങ്ങ് പോയതിന് ശേഷം വസുന്ധരയോട് ശിവാനി പറയാണ്, ആൾ ശരിയല്ല, അവൾ മനഃപൂർവ്വം വസുന്ധര ആൻറ്റിയെ ഭീഷണിപ്പെടുത്തിയത് കണ്ടില്ലേ, അവൾ വളരും തോറും വസുന്ധര ആൻറ്റിക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുമ്പോൾ വസുന്ധര തൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു ഗുണ്ടക്ക് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഫോൺ എടുത്ത് ഗുണ്ടക്ക് വിളിക്കുമ്പോൾ, മാഡത്തിനെ ഒത്തിരി തവണയായി ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ചു, ഒരുപാട് നാളായി, കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകൻ്റെ ഫംഗ്ഷൻ, അതായത് ഒരു മീറ്റിംഗ് എന്ന ഹോട്ടലിൽ വെച്ച് നടക്കുന്നുണ്ട്, അവിടെ ഞാൻ പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ നീ ചെയ്യാനുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അയാൾ പറയാണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, മാഡം പറയുന്നതിനനുസരിച്ച് ചെയ്യാമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശിവാനി എന്താണെന്ന് അറിയാൻ ശിവാനി ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം നിധി വളരെ സന്തോഷവതിയാണ്. വസുന്ധരയെ അടിച്ചു താഴ്ത്തും ചെയ്ത് തൻ്റെ ശാന്തി മുഹൂർത്തം എല്ലാവരെയും അറിയിക്കുകയും ചെയ്ത്. ഇനി ഗൗതമിന് മാത്രം എന്താ സന്തോഷമില്ലാത്ത? ഗൗതമിൻ്റെ മുഖത്ത് ആ സന്തോഷം കാണുന്നില്ല. ഇന്നലെ രാത്രിയും കൂടി ഗൗതം അത് പറഞ്ഞതുള്ളൂ, എന്നിട്ടും ഗൗതമിൻ്റെ മുഖത്ത് എന്തുകൊണ്ട് സന്തോഷമില്ലെന്നറിയാൻ റൂമിലോട്ട് ചെല്ലണം കേട്ടോ. ഈ സമയം ഗൗതം നല്ല സന്തോഷവാനായിരിക്കും. പക്ഷേ നിധി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ഗൗതം മുഖം അങ്ങ് മാറ്റി പിടിക്കുകയാണ്. അപ്പോൾ നിധി വന്നിട്ട് ഗൗതമിനോട് പറയണ, ഗൗതം ഇപ്പോൾ സന്തോഷമായില്ലേ, ഇപ്പോൾ ശാന്തി മുഹൂർത്തം നടക്കുന്നതിൽ ഗൗതം നിനക്ക് സന്തോഷമില്ലേ എന്നൊക്കെ നിധി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ശിവാനി, ഞാൻ അവർക്കിടയിൽ എന്താ നടക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതമിന് ശാന്തി മുഹൂർത്തം നടക്കുന്ന ഒരു സന്തോഷമില്ലായ്മ പോലെ എനിക്ക് ആ ജോത്സ്യൻ പറയുന്ന സമയത്ത് തോന്നി. അപ്പോൾ ആൻറ്റി ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ശിവാനി ഇവരുടെ ഡോറിൻ്റെ പുറത്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ ഗൗതമിനോട് നിധി, എന്താ ഗൗതം, ഇത്രയും നാളും ശാന്തി മുഹൂർത്തം നടക്കാത്തതിലായിരുന്നല്ലോ എന്നോട് ദേഷ്യം, ഇപ്പോൾ ശാന്തി മുഹൂർത്തം ഉറപ്പിച്ചപ്പോൾ ഗൗതം സന്തോഷമായില്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ നിധിയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നീ എന്തടി എന്നെ വിചാരിച്ചിരിക്കുന്നത്? നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുരങ്ങ് കളിപ്പിക്കാൻ പറ്റിയൊരു പാവയാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ നീ കരുതണ്ട, എപ്പോഴും ശാന്തി മുഹൂർത്തത്തിന് എനിക്ക് വലിയതാണെന്ന്
നിനക്ക് വിചാരമുണ്ടാവും. എന്നാൽ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ലടി നീയും ഞാനുമായി ഒന്നിക്കുന്ന ആ ഒരു ദിവസം ഓർക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നേണ്ട കാര്യമാണ്. എന്നിട്ടും നീ നിൻ്റെ ഈഗോ ഇപ്പോഴും മാറ്റിയില്ല. ശാന്തിമുഹൂർത്തം പെട്ടെന്ന് നടത്തണമെന്ന് ആ ജ്യോത്സ്യം പറഞ്ഞിട്ടും നീ എന്നോടൊരു വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗൗതം എന്താ ഇങ്ങനെ ചൂടാവുന്നതെന്ന് നിധി ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? ഞാൻ നിന്നോട് ചൂടാവാതെ ഞാൻ നിന്നെ തല ഓടണോ? ആ ജ്യോത്സ്യൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഷോക്ക് അടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സത്യത്തിൽ ഈ ഒരു സത്യം അറിയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നീയൊക്കെ എന്നെ അത്രയും വിഡ്ഢിയാക്കിയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്? എനിക്ക് അത്ര വലിയ നീ നീ എനിക്ക് തന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ ഒച്ചയെടുക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ പുറത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ശിവാനിയെ അവിടെ ഗൗതം ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശിവാനി ആഹാ എന്ത് നല്ല കാഴ്ച, എന്തായാലും വസുന്ധര ആൻറ്റിയോട് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ചെന്ന് പറയണം. എന്തായാലും അവളുമായുള്ള ഒരു ശാന്തി മുഹൂർത്തം വേണ്ടെന്ന് ഗൗതം പറയുന്നത് കേൾക്കാൻ എന്തൊരു രസം. അപ്പോൾ ഉടൻ തന്നെ നിധി പറയണ ഗൗതം അതിനൊരു കാരണമുണ്ട്. ആ കാരണം അമ്മ വെളിപ്പെടുത്തിയതല്ലേ, പാറു ആൻറ്റിയെ വെളിപ്പെടുത്തിയതല്ലേ, പിന്നെ എന്താ ഗൗതം നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? കേൾക്കുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ പെരുമാറണമെന്ന് നീ തന്നെ പറഞ്ഞുകൊണ്ടാ. നീയും എൻ്റെ അമ്മയായ പാറു ആൻറ്റിയും കൂടി എന്നെ ഒരു കുരങ്ങ് കളിപ്പിക്കുന്നത് പോലെ ഇട്ട് കളിപ്പിക്കല്ലായിരുന്നു. നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച ശാന്തിമുഹൂർത്തം അങ്ങ് നടക്കുമോ? എനിക്ക് യാതൊരു വിലയും നിലയും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തടി എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? ഞാൻ പൊട്ടനാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വായിൽ തോന്നിയതൊക്കെ ഗൗതം അങ്ങ് വിളിച്ച് പറയുമ്പോൾ നിധി പൊട്ടി കരയാനിട്ട്. നിധിക്ക് സങ്കടം താങ്ങാനാവുന്നില്ല. നിധിക്കാണെങ്കിൽ ഗൗതമിന് ശാന്തി മുഹൂർത്തം കുറിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവാനാവുമെന്നാണ് നിധി കരുതിയത്. തന്നെ പുലരും, തന്നെ വാരിയെടുക്കും എന്നൊക്കെ വിചാരിച്ചു കൊടുത്ത് തനിക്ക് കിട്ടിയത് ഇതാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിധി പൊട്ടി കരയാണ്. അങ്ങനെ നിധി ഇങ്ങനെ കരയുമ്പോൾ ഗൗതം ചിരിക്കുന്നുണ്ട്. എന്നാൽ ശിവാനിയാണെങ്കിൽ ഓട്ടം. അങ്ങനെ നിധി തേങ്ങിക്കരയുന്ന സമയത്ത് ഗൗതം പിറകിലൂടെ വന്ന് നിധിയെ അങ്ങ് പൊക്കിയെടുക്കുകയാണ് കേട്ടോ. ഈ സമയം നിധിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗൗതം നീ എന്നെ വിടുന്നുണ്ടോ എന്ന് നിധി ദേഷ്യത്തോടു കൂടി പറയുമ്പോഴും നീ എന്താ വിചാരിച്ചത്? നീ എന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണെങ്കിൽ നിന്നെ എനിക്ക് വട്ടാക്കാൻ കഴിയില്ല എന്നാണ് നീ വിചാരിച്ചത്? നീ ഗൗതമിനെ കുറിച്ച് എന്താണ് കരുതിയത്? എന്താ ഗൗതം നീ പറയുന്നത്? കുറച്ച് നേരത്തെ നീ എന്നോട് ദേഷ്യപ്പെടുന്നു, എന്നാൽ ഇപ്പോഴാണെങ്കിൽ നീ എന്താ ഈ പെരുമാറുന്നത്? അതെടി പൊട്ടി, ഒരു കാരണമുണ്ട്. കുറേ കാലം ഞാൻ നിൻ്റെ പിന്നാലെ ശാന്തി മുഹൂർത്തം നടക്കണമെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ നീ എന്നെ ഇട്ട് വട്ട് കളിപ്പിച്ചത് നീയും പാറുവും കൂടി ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ട് എന്നോടും പറയാതെ നീ എന്നെ വട്ടം കറക്കിയില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഞാനും നിന്നെ ഒന്ന് വട്ടം കറക്കിയതെന്ന് പറയുമ്പോൾ നിധി ഇങ്ങനെ ഗൗതമിനെ ഇട്ട് അടിക്കണം കേട്ടോ. അങ്ങനെ ഇനി എന്തായാലും ഇവരുടെ ശാന്തി മുഹൂർത്തം നടക്കും. അതിനിടയ്ക്ക് ബോംബ് വെക്കുന്നുണ്ട്. പക്ഷേ ആ ബോംബൊക്കെ വസുന്ധരയ്ക്ക് നേർക്ക് തന്നെ തിരിയും. അങ്ങനെ നല്ല കിടുക്കൻ സീനാണ് കേട്ടോ. ഓരോ ദിവസവും ഗൗതമിന് നിധി എന്താണെന്ന് തിരിച്ചറിയുന്ന കിടിലൻ രംഗമാണ് കേട്ടോ വരാനിരിക്കുന്നത്. ഇതേ സമയം ഗൗതമിന് ഒരു ശത്രു വരുന്നുണ്ട്. അതിപ്പോൾ പ്രൊമോയിൽ വന്നല്ലോ. പക്ഷേ ആ ആള് സ്വന്തം മകനെ തേടി വരുന്ന ആ ഒരു രംഗവും ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഗൗതമിൻ്റെ ശത്രുവാണോ മിത്രമാണോ എന്നിനി അറിയാനിരിക്കുന്നുള്ളൂ. പക്ഷെ അത് നിധിയുടെ മിത്രമായിരിക്കും കേട്ടോ, ഗൗതമിൻ്റെ ശത്രുവായിരിക്കും. അയാളെ വെച്ചിട്ടാണ് ഇനി വസുന്ധര കളിക്കുന്നത്. ആ കളിയിലൂടെ ആയിരിക്കും തൻ്റെ അമ്മ ഇത്രയും തരം താഴ്ന്ന് പ്രവൃത്തി ചെയ്യും, താൻ ഇത്രയും നാളും എന്തിനും അമ്മ എന്ന് വിളിച്ചു എന്നുള്ള സത്യമൊക്കെ പുറത്തു വരാൻ പോകുന്നത്.